ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി കണ്ടൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് കണ്ടൻറ്റാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. എങ്ങനെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എൻട്രീസ് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2.5 മിനിറ്റ്സുള്ള വാട്സപ്പ് സിംഗിൾ വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക്. നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏത് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് വീഡിയോ സെൻഡ് ചെയ്യേണ്ടത്. 2.5 മിനിറ്റിൻ്റെ ഒരു സിംഗിൾ ഷോട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. അപ്പം അവർ കോൺടാക്ട് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്കതിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. സോ ഞാൻ പറയുന്ന രീതിക്ക് തന്നെ നിങ്ങൾ മാക്സിമം ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്ത് നിങ്ങൾ വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പം തന്നെ ഒരു 2000+ ക്വയറീസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ 1200 വീഡിയോസ് അവർക്ക് അയച്ചിട്ടുണ്ട്. അതിൽ അവർ 150+ വീഡിയോസിനെ മാത്രമേ സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് സെലക്ട് ആവണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ബെസ്റ്റ് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ക്വാളിറ്റി വീഡിയോസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ക്വാളിറ്റി ഇൻ ദ സെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാളിറ്റി ഇല്ല നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ എടുക്കുക എന്നുള്ളതല്ല, നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഇൻട്രോഡക്ഷൻ പറയുന്ന സെൽഫ് ഇൻട്രോ പറയുന്ന വീഡിയോസ് എടുക്കുക, അയക്കുക, അതിലാണ് കാര്യമുള്ളത്. സോ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്വാളിറ്റി ഒരു 360 ഒരു 720 ആ ഒരു റേഞ്ചിലായാലും കുഴപ്പമില്ല. ബട്ട് നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല പോലെ ഉണ്ടായിരിക്കണം. വീഡിയോയിൽ ക്ലാരിറ്റി കുറച്ച് കുറവാണെങ്കിലും ഓഡിയോ ആൻഡ് സൗണ്ടിൽ ഒരു ക്വാളിറ്റി നിങ്ങൾ കുറക്കാതെ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇൻട്രൊഡക്ഷനുള്ള ഒരു 2.5 മിനിറ്റ്സിൽ ഒരു സിംഗിൾ ലെങ്ത് വീഡിയോ ആണ് നിങ്ങൾ വാട്സപ്പായിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളൊരു 2.5 മിനിറ്റ്സുള്ള വീഡിയോ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അയക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ വീഡിയോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ നല്ല ക്വാളിറ്റി വീഡിയോസ് എടുക്കുക, അത് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഇനി എങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞുതരാം, അല്ലെങ്കിൽ എങ്ങനെ ഇൻട്രൊഡക്ഷൻ പറയുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മുൻതൂക്കം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഫുള്ളി നിങ്ങളുടെ സങ്കടങ്ങൾ മാത്രം പറയാനായിട്ട് യൂസ് ചെയ്യാതെ അതിലെന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും മുൻതൂക്കം കൂടുതലുണ്ടാവുക. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ, അതോ നിങ്ങൾ അതിനെ എങ്ങനെ തരണം ചെയ്തു, ലൈഫിൽ എങ്ങനെ അതിനെ അതിജീവിച്ചു വരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ അതിനെ തരണം ചെയ്യുന്ന രീതിക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമുക്ക് വേണ്ടത്. ഫുള്ളി നമ്മൾ സഹതാപം പറഞ്ഞിട്ടുള്ള വീഡിയോസ് അല്ല. അങ്ങനത്തെ വീഡിയോസിനെ റിജക്റ്റ് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളത് അവതരിപ്പിക്കാൻ നോക്കുക. സമൂഹത്തിലേക്ക് അത് എത്തിക്കുന്ന സമയത്ത് എന്തെങ്കിലും പോസിറ്റിവിറ്റി ഉണ്ടോ എന്നുള്ളതായിരിക്കും അതിൽ മെയിനായിട്ട് നോക്കുക. സോ ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ നോക്കുക. അങ്ങനത്തെ ലൈഫ് എക്സ്പീരിയൻസ് പറയാനുള്ളവർക്ക് കുറച്ചുകൂടെ മുൻതൂക്കം ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുന്ന പോലെയുള്ള വീഡിയോ അല്ല വേണ്ടത്. നിങ്ങളൊരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഒരു കുടുംബക്കാരെയൊക്കെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ തുറന്ന് സംസാരിക്കുന്ന പോലെയുള്ള അങ്ങനത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോസാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ കയ്യിൽ സെൽഫി എടുക്കുന്ന പോലെ നമ്മൾ ക്യാമറ പിടിച്ച് വീഡിയോ എടുക്കുന്നതായിരിക്കും കൂടുതൽ പ്രിഫറബിൾ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ആരെക്കൊണ്ടെങ്കിലും എടുപ്പിക്കാം, പക്ഷെ നമ്മൾ അങ്ങനെ എടുപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഫിസിക്കലി എന്തോ ആക്ട് ചെയ്യുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും വീഡിയോസിൽ കണ്ടുവരുന്നത്. സോ നിങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് നമ്മളെ കാര്യങ്ങൾ പേഴ്സണലി നമ്മൾ ഫ്രണ്ടിനോട് സുഹൃത്തിനോട് പറയുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ആ വീഡിയോയിൽ വരിക. അപ്പോൾ അങ്ങനെ നിങ്ങൾ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നടന്നുകൊണ്ട് വേണമെങ്കിൽ സംസാരിക്കാം, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് വേണമെങ്കിലൊക്കെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാം. പക്ഷേ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സൗണ്ട് ആൻഡ് വോയിസിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. നിങ്ങളുടെ വിഷ്വൽസ് കുറച്ച് ക്ലിയർ കുറഞ്ഞാലും ക്വാളിറ്റി കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഓഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ക്ലിയർ ആയിരിക്കണം. പിന്നെ ഈ പ്രോഗ്രാം കാണുന്നവർക്ക് അറിയാം, നമുക്ക് ഇപ്പോൾ സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പാനിയൻസിനെ ആയിട്ട് കൂടെ കൊണ്ടുപോകാൻ 2, 3 മാക്സിമം 4 വരെ സ്റ്റേജിൽ ഇരിക്കാൻ പറ്റും. സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളുടെ കൂടെ ആരെയാണോ നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അവരെ ഇൻട്രൊഡക്ഷൻ ചെയ്യാം.
സോ നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നവരെയായിരിക്കണം നിങ്ങൾ ആ ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടത്. ആൻഡ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് അവർക്കും ഇടയിൽ കയറി സംസാരിക്കാം. നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു രീതിക്ക് ഇടയിൽ കയറി സംസാരിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഇൻട്രൊഡക്ഷനാണ് അവരവിടെ നോക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നുണ്ടോ, നമ്മുടെ കൂടെ വരുന്നവർ എങ്ങനെയാണ്, നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കും. സോ നമ്മുടെ കൂടെ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്ന ആൾക്കാരെ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യാം. 3 പേരെ 4 പേരെ എത്രയാണെന്ന് വെച്ചാൽ ഫിക്സ് ചെയ്ത് ആരൊക്കെയാണെന്ന് ഫിക്സ് ചെയ്യാം. അവർ നന്നായി സംസാരിക്കുന്നവരാകണം. അല്ലാതെ ഞാൻ കുറച്ച് സംസാരിക്കുന്ന ആളാണ് അങ്ങനെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ പ്രിഫർ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്താൽ പോലും അവർ ഇന്ന ആൾക്കാരെ നമ്മൾ സ്റ്റേജിൽ കയറ്റുന്നില്ല എന്ന് പറഞ്ഞവർ ഒഴിവാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നന്നായി സംസാരിക്കുന്ന ഒരാളെ തന്നെ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അവരും നന്നായിട്ട് സംസാരിക്കുക, നിങ്ങൾ അവരെ ഇൻട്രൊഡക്ഷൻ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ അവരോട് നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അവരുടെ പേര് പറയും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഉപ്പനോട് പറയുകയാണെങ്കിൽ എൻ്റെ പേര്, ഞാൻ ഇന്ന ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യലി നമ്മൾ എന്തിനു വേണ്ടി പ്രിറ്റൻഡ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും കിട്ടുക. ആ സമയത്ത് നമ്മൾ ഇതാണ് എൻ്റെ ഉപ്പ, അത് ഇന്ന കാര്യങ്ങൾ നമ്മൾ പറയാം. എന്നിട്ട് നമ്മൾ ആരെയാണ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് അവരെക്കുറിച്ചുള്ള ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാം. അതിലാണ് കാര്യം. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് തിരിച്ച് അവർക്കും ഇങ്ങോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരിക്കണം നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇൻട്രാക്ഷൻ പറയുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈഫ് ഒരു ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ വൈഫ് എങ്ങനെ പറയണം, ഇതെൻ്റെ ഹസ്ബൻഡാണ്, ഹസ്ബൻഡ് നല്ല കുക്ക് ചെയ്യും, പക്ഷേ എപ്പോഴും കുക്ക് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഡയറ്റിങ്ങിലായിരിക്കുമ്പോൾ മാത്രമേ കുക്ക് ചെയ്യുള്ളൂ, എൻ്റെ ഡയറ്റിങ് കൊളാക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ ഒരു വ്യക്തിനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യം ഭയങ്കര ഒരു ഫണ്ണായിട്ട് പറഞ്ഞു. അതാണ് ഇൻട്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനത്തെ ഇൻട്രാക്റ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാവാൻ നോക്കുക. നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് അവർക്ക് തിരിച്ചും വീഡിയോയിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറയാം. അങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഓഡിയോ ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. 2.5 മിനിറ്റിൻ്റെ ഒരു ലോങ് സ്ട്രക്ചറുള്ള ഒരു ഒറ്റ സിംഗിൾ വീഡിയോ ആയിരിക്കണം നിങ്ങൾ വാട്സപ്പിൽ അയക്കേണ്ടത്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ പോയിട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളെ ഇൻട്രൊഡക്ഷൻ ചെയ്ത് നിങ്ങളുടെ കൂടെയുള്ളവരെ ഇൻട്രൊഡക്ഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറയാം. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ളവർക്കും വേണമെങ്കിൽ നിങ്ങളിങ്ങനെ അതിനെ അതിജീവിച്ചു ആ രീതിക്ക് അവർക്കും ഇടപെട്ട് സംസാരിക്കാം. സോ നിങ്ങളെ മാക്സിമം അറിയുന്ന ഒരാളുമായിട്ട് നിങ്ങൾ വരാൻ ശ്രമിക്കുക, ഇൻട്രൊഡക്ഷനിൽ കൂട്ടാൻ ശ്രമിക്കുക. കാരണം അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവരുടെ മുന്നിൽ സംസാരിക്കാനും എന്താ പറയുക ഭയങ്കരമായിട്ട് ഇടപഴകാനൊക്കെ പറ്റും, നമുക്ക് തുറന്ന് സംസാരിക്കാനൊക്കെ പറ്റും. സോ അങ്ങനെയുള്ളവരെ ഉൾപ്പെടുത്താം. അപ്പം 2.5 അതായത് 2.5 മിനിറ്റാണ് വീഡിയോ ലെങ്ത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു 1.5 മിനിറ്റ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാക്കി ഒരു 1 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ ശ്രമിക്കുക. അതിനെ എങ്ങനെ അതിജീവിച്ചു, അപ്പോൾ ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളെ ഈ സ്റ്റേജിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും സമൂഹത്തിന് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ എന്തെങ്കിലും പോസിറ്റിവിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള പ്രയോറിറ്റി കൂടുന്നത്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോ ഏജ് ലിമിറ്റാണ്. ഏത് ഏജിലുള്ള ആൾക്കാർക്കും കൊടുക്കാം. പക്ഷേ പൊതുവേ ഈ 10 to 12 ആ ഒരു ഏജിലുള്ള കുട്ടികൾ കൊടുക്കുന്ന സമയത്ത് മിക്കവാറും റിജക്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്ന പോലെ കാണാപ്പാടും പഠിച്ചു കണ്ടായിരിക്കും കുട്ടികൾ പ്രസൻറ്റ് ചെയ്യുക. അത് കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷേ അവരെ സെലക്ട് ചെയ്തതിന് ശേഷം അവരെ ഗൂഗിൾ മീറ്റ് വെച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിലെ സ്കൂളിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പല കുട്ടികളും സംസാരിക്കാൻ പറ്റാതെ ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ ഉള്ള അവസരം വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് റിജക്റ്റ് ആയി പോകുന്നത്. സോ അങ്ങനെയുള്ള വീഡിയോസ് മാക്സിമം റിജക്റ്റ് ആയി പോകാനാണ് ചാൻസ് ഉള്ളത്. സോ അങ്ങനെ ആരെങ്കിലും എൻട്രീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പാരൻസ് അതൊന്ന് ശ്രദ്ധിക്കുക. സോ കാരണം നമ്മൾ എൻട്രീസ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കിട്ടാതിരുന്നാൽ അവർക്കും വിഷമമായിരിക്കും, അത് നമുക്കും വിഷമമായിരിക്കുമല്ലോ. ഇനി എങ്ങനെ സെലക്ഷൻ പ്രോസസ്സ് ഇപ്പം ഞാൻ എങ്ങനെ വീഡിയോസ് ഉണ്ടാക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. സോ ഇനി എങ്ങനെയാണ് അവർ സെലക്ട് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. താഴെ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് അലക്സ് എന്ന് പറയുന്നൊരു ചേട്ടൻ്റെയാണ്. സോ അതിലേക്ക് നമ്മൾ വീഡിയോസ് അയക്കുന്ന സമയത്ത് ഈ പ്രൊഡക്ഷനിലുള്ള ആൾക്കാരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റി വീഡിയോസിനെ സോർട്ട് ചെയ്യുക, അത് പ്രൊഡ്യൂസേഴ്സിന് അയക്കുക എന്നുള്ളതാണ്. സീനിയർ പ്രൊഡ്യൂസേഴ്സിന് പിന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിനൊക്കെ അയക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. സോ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റി ഓഫ് വീഡിയോസ് മാത്രം നിങ്ങൾ സെൻഡ് ചെയ്യുക. കാരണം സെക്കൻഡ് റൗണ്ടിലേക്ക് നിങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ എടുക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കറക്ഷൻ പറഞ്ഞുതരും. അല്ലാന്നുണ്ടെങ്കിൽ അവർ കറക്ഷൻ പറയാൻ നിൽക്കില്ല. കാരണം ഇത്രയും കുറേ വീഡിയോസ് വരുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് പറഞ്ഞു തരാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റി ഓഫ് വീഡിയോസ് നിങ്ങൾ ആ ഒരു ക്രൈറ്റീരിയ മെയിൻറ്റെയിൻ ചെയ്യുന്ന വീഡിയോസ് മാക്സിമം അയക്കാൻ നോക്കുക. അങ്ങനെ സെക്കൻഡ് റൗണ്ടിലേക്ക് അവർ സെലക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ കോൾ ചെയ്യും.
അതെന്തിനാന്ന് വെച്ചാൽ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണോ നിങ്ങൾ നന്നായി സംസാരിക്കുന്നുണ്ടോ, നിങ്ങളുടെ കൂടെയുള്ളവരും നന്നായിട്ട് ഇൻട്രാക്റ്റീവ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സ് അവർ ചെയ്യുന്നത്. അതായത് നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പ്രിറ്റൻഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടാക്കി അയച്ചതാണോ എന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾ നന്നായി സംസാരിക്കുന്നുണ്ടോ, ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഗൂഗിൾ മീറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് സെലക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് ഇൻട്രോ ഷൂട്ടിൻ്റെതാണ്. ഇൻട്രോ ഷൂട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വരും, 1 മിനിറ്റ് ഇൻട്രോ ഷൂട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് സെലക്ഷൻ കിട്ടിയാൽ സ്റ്റേജിൽ കയറുന്നത്. ഇത്രയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സ്റ്റേജിൽ പോകുന്ന സമയത്ത് 2 ഡോസ് വാക്സിനേഷൻ എടുത്തിരിക്കണം. വാക്സിൻ ഉള്ളവർ വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകുക. അല്ലാത്തവരാണെങ്കിൽ 1 ഡേ ബിഫോറുള്ള RT-PCR സർട്ടിഫിക്കേഷൻ കൊണ്ടുപോകണം. അത് മസ്റ്റാണ്. പിന്നെ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉടൻ പണം പോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്നൊരു സിസ്റ്റം ഒന്നുമില്ല. നമ്മളിപ്പം ഇൻ കേസ് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിലും വീട്ടിൽ വന്ന് നമുക്ക് ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ഇത് ഇപ്പം ഇല്ല. നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് കുറച്ച് ദൂരത്താണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ഹോട്ടൽ റൂം പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഒരു റൂം മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ ഫ്രീ ആയിട്ട്. ആൻഡ് ഫുഡും അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി എക്സ്ട്രാ നമുക്ക് റൂം വേണമെന്നുണ്ടെങ്കിൽ സെയിം ഹോട്ടലിൽ നമുക്ക് എടുക്കാവുന്നതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ അതിജീവിച്ചു അല്ലെങ്കിൽ എന്ത് ആയിരുന്നു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡീറ്റെയിൽ മീൻസ് നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്, ആ പാഷനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ ബേസിക്കലി ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുക. വീഡിയോ മീൻസ് ഇൻ ദ സെൻസ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ. നമ്മളെ ഇൻട്രോ ചെയ്യണം, നമ്മുടെ കൂടെ വരുന്ന കമ്പാനിയൻസിനെയും ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഫീൽ കിട്ടുന്ന രീതിക്കുള്ള ഒരു വീഡിയോ എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരു പേഴ്സണൽ ഫീൽ, ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരാളോട്, കുടുംബക്കാരോടൊക്കെ പറയുന്ന ഒരു ഫീൽ നിങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കുള്ള സെലക്ഷൻ ഈസി ആയി എന്നാണ് അതിനർത്ഥം. നിങ്ങളെ സെലക്ട് ചെയ്യുമായിരിക്കും. ഇങ്ങനത്തെ വീഡിയോസാണ് അവർ കൂടുതലായിട്ടും ഇങ്ങനത്തെ വീഡിയോസിനെയാണ് അവർ നോക്കുന്നത്. സോ ഇങ്ങനത്തെ ക്വാളിറ്റി വീഡിയോസ് നിങ്ങൾ താഴെ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. സോ നിങ്ങൾക്കും ഈ ഫ്ലോറിൽ വരാൻ പറ്റട്ടെ. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ഇത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ട് മാറട്ടെ. നിങ്ങൾക്കും ഇതിലേക്ക് പോകാൻ പറ്റട്ടെ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഇതിലേക്ക് പോകാൻ ആഗ്രഹമുള്ള കുറേ പേരുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ സെലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ എന്താ ക്രൈറ്റീരിയ അറിയാത്തവരായിരിക്കും കുറേ പേരുണ്ടാവുക. സോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.